ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു 4 മണി പലഹാരമാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല. പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിൽ നല്ല പേര് നോക്കി നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്. ഒരു മീഡിയം ലെവലിൽ സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി അടുത്തത് വേണ്ടത് ക്യാപ്സിക്കം ആണേ. ഞാൻ ഒരു ക്യാപ്സിക്കം ആണ് എടുത്തേക്കുന്നത്. ഇനി അടുത്തത് വേണ്ടത് ക്യാരറ്റാണ്. ഞാൻ 2 ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. അടുത്തത് വേണ്ടത് തക്കാളിയാണ്. മീഡിയം ലെവലിലെ 2 തക്കാളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, നമ്മൾ ബീഫിൽ ഉപ്പ് ഇടുന്നുണ്ടേ. ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ബീഫാണേ. ബീഫ് കുക്കറിൽ വേവിച്ച് അത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണേ. ഞാൻ ബീഫ് അങ്ങനെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ആ ഒരു ബീഫും ആ ഒരു വെജിറ്റബിളും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത പരിപാടി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യാനുസരണം മൈദ മാവാണ് ചേർക്കേണ്ടത്. 6 ദോശ ചുടാനുള്ള മാവാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഇനി നമുക്ക് കുറച്ച് പാല് ചേർക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തേക്കാമേ. ഇനി നമുക്കൊരു 4-5 ഏലക്കയും കൂടെ ചേർക്കാമേ. ഇനി ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മാവിൻ്റെ പരുവമേ. ഇതിനേക്കാൾ കട്ടി കൂടാനും പാടില്ല, ഭയങ്കരമായിട്ട് ലൂസ് ആവാനും പാടില്ല. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്ക് ദോശക്കല്ല് അടുപ്പിലോട്ട് വെച്ച് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാമേ. ബാക്കി വരുന്ന മാവും കൂടെ നമുക്ക് ദോശ ചുട്ട് വയ്ക്കാമേ. ഇനിയിപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് കുറച്ച് പശ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മൈദാമാവും വെള്ളവും കലക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ ആ ദോശയുടെ നടുക്ക് ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണേ. ഇപ്പം ഈ ദോശയുടെ 4 ഭാഗത്തുമായിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചേക്കുന്ന മാവ് തേച്ച് കൊടുക്കണേ. 4 ഭാഗത്തുമായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാലകൾ വെച്ച് കൊടുക്കാമേ. അന്നേരം മസാലയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് മസാല വെക്കേണ്ട, നമുക്കിത് മടക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് മസാല വെച്ചിട്ട് ഇനി ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ മടക്കി ഒട്ടിച്ച് മറ്റേ സൈഡിലോട്ട് കൊണ്ടുവന്ന് അതേപോലെ ഒട്ടിക്കണം. അതേപോലെ വീണ്ടും ഇപ്പുറത്തെ സൈഡിലും കൂടെ അതേ ലെവലിൽ ഒട്ടിച്ച് നല്ലോണം കൊടുക്കണേ. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണേ. നന്നായിട്ടൊന്ന് നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ മസാലയെല്ലാം ഇനി പുറത്തോട്ട് വീഴും. ഇനിയിപ്പം നമുക്കിതാ അടുത്ത ബാക്കിയും കൂടെ നമുക്കതുപോലെ ചെയ്ത് എടുക്കാം. ഇനിയിപ്പം നമുക്ക് വേണ്ടത് ഒരു ബാറ്ററി തയ്യാറാക്കുകയാണ്. 2 മുട്ടയാണ് ഇതിന് വേണ്ടത്. നമ്മുടെ ആ പലഹാരം ഒന്ന് മുക്കി പൊരിക്കാനായിട്ടാണ് മുട്ട എടുക്കുന്നത്. അപ്പോൾ 2 മുട്ടയാണ് ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. പിന്നെ കുറച്ച് പാല് ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് കുരുമുളകാണ്. കുരുമുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്കിതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതുപോലെ മുക്കി 2 സൈഡും മുക്കി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ദോശക്കല്ലിൽ വെച്ച് പൊരിച്ചെടുക്കണേ. നമ്മുടെ ദോശക്കല്ലിൽ മറിച്ചും തിരിച്ചും ഇട്ട് വേവിച്ചെടുക്കണേ. ആ ഒരു മുട്ടയൊക്കെ ഒന്ന് കുക്കായി വരണേ. നമ്മുടെ മസാലയൊക്കെ വെന്ത് റെഡിയായി തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ആ ഒരു മുട്ടയും കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് പിടിച്ച് സെറ്റ് ആവാനുണ്ടേ. അപ്പോൾ അതേപോലെ എല്ലാം അതുപോലെ നമുക്ക് അപ്പോൾ എല്ലാം അതുപോലെ ചുട്ടെടുത്ത് കേട്ടോ. മുട്ടയിൽ മുക്കി 2 സൈഡും മറിച്ചും തിരിച്ചും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കത്രിക എടുത്ത് ഇതിൻ്റെ നടുക്ക് ഭാഗമായിട്ട് കട്ട് ചെയ്യണമേ. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ നമ്മുടെ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുമേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.